ഉണ്ടാകുമോ? നിർണായക തീരുമാനം 48 മണിക്കൂറിനുള്ളിൽ. ഇറാൻ ഒമാൻ ധാരണ അന്തിമഘട്ടത്തിലാവുകയാണ്. അമേരിക്കയുടെ നിലപാടിൽ നിർണായക സൂചന. ഇതോടുകൂടി തന്നെ ആഗോള എണ്ണ വിപണിയും പശ്ചിമേഷ്യൻ രാഷ്ട്രീയവും ഉറ്റുനോക്കുന്ന ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതായി അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നിർണായക ഘട്ടത്തിലേക്ക് മാറുകയാണ് എന്നതാണ് ആ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. കടലിടുക്കിന്റെ അല്ലെങ്കിൽ ആ ഒരു കടലിടുക്ക് ഭാഗികമായി തന്നെ തുറക്കുന്നതിനുള്ള താൽക്കാലിക ഗതാഗത ക്രമീകരണത്തിൽ ഇറാനും ഒമാനും തമ്മിൽ ധാരണയിലെത്തിയതായി തന്നെ ഇറാൻ അറിയിച്ചിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച ചർച്ചകൾ അന്തിമഘട്ടത്തിലാണ് എന്നും ടെഹ്റാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പുതിയ നിർദ്ദേശമനുസരിച്ച് ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം ഇറാനും ഒമാനും ചേർന്നുകൊണ്ട് തന്നെ നിയന്ത്രിക്കുന്ന താൽക്കാലിക സംവിധാനം ഇവിടെ പരിഗണിക്കുന്നുണ്ട്. കഴിഞ്ഞ മാസങ്ങളിൽ ഉണ്ടായ സൈനിക സംഘർഷങ്ങളും കപ്പൽ ആക്രമണങ്ങളും കാരണം ആഗോള വ്യാപാരത്തിൽ വലിയ തിരിച്ചടിയേറ്റ സാഹചര്യത്തിലാണ് ഈ നീക്കം. അതേസമയം ഈ വിഷയത്തിൽ അമേരിക്കയുടെ നിലപാടും ശ്രദ്ധേയമാണ്. ഹോർമൂസിൽ ഇറാന് പൂർണ്ണ മേൽക്കൈ ലഭ്യമാകുന്ന തരത്തിലുള്ള യാതൊരു ധാരണയും അംഗീകരിക്കില്ല എന്നും വാഷിംഗ്ടൺ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ചർച്ചകൾ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ് എന്നും കരാർ യാഥാർത്ഥ്യമാകാനുള്ള സാധ്യത നിലനിൽക്കുകയാണെന്നും അതുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അറിയിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, ഇതിനിടെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവനയും അന്താരാഷ്ട്ര ലെവലിൽ തന്നെ ശ്രദ്ധ നേടുകയാണ്. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ തന്നെ നിർണായക ധാരണയിലെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ട്രംപ് പങ്കുവച്ചത്. അതോടൊപ്പം തന്നെ പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥയിൽ ശമനം ഉണ്ടാകുമോ എന്ന പ്രതീക്ഷയും ഇവിടെ ശക്തമായിരിക്കുകയാണ്. ഇത് ലോകത്തിലെ സമുദ്രമാർഗമുള്ള എണ്ണ കയറ്റുമതിയുടെ വലിയൊരു വിഹിതം കടന്നുപോകുന്ന ഹോർമുസ് കടലിടുക്കിന്റെ പ്രവർത്തനം സാധാരണ നിലയിലേക്ക് എത്തിക്കുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്കും ഊർജ വിപണിക്കും നിർണായകമാണ്. അതിനാൽ തന്നെ ചർച്ചകളുടെ ഓരോ ഘട്ടവും ലോകരാജ്യങ്ങൾ സസൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുകയാണ്. ഇപ്പോൾ എല്ലാവരെയും ശ്രദ്ധ അടുത്ത 48 മണിക്കൂറിലേക്ക് എത്തുന്നു. ചർച്ചകൾ സമാധാന കരാറിലേക്കാണോ നീങ്ങുക, അതോ വീണ്ടും സംഘർഷത്തിലേക്ക് വഴി മാറുമോ എന്നതെല്ലാം തന്നെ ഈ മണിക്കൂറിൽ വ്യക്തമാവുകയും വിലയിരുത്തൽ പുറത്തു വരികയും ചെയ്യും. ഹോർമൂസിലൂടെ തന്നെ സുരക്ഷിതമായി ഗതാഗതം ഉറപ്പാക്കുന്നതിനായി തന്നെ മിഡിൽ കോറിഡോർ നടപ്പാക്കുന്നതിനെ കുറിച്ചാണ് ഇറാനും ഒമാനും ചർച്ച ചെയ്യുന്നത്. അമേരിക്കയുടെ ഇടപെടലിനാണ് കരാർ വൈകുന്നതിന് പ്രധാന കാരണമായി തന്നെ ചൂണ്ടിക്കാണിക്കുന്നതും. ചർച്ച പുരോഗമിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നതോടുകൂടി തന്നെ ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണ വില കുറഞ്ഞിരിക്കുകയാണ്. അമേരിക്ക നിർദ്ദേശിച്ച തെക്കൻ പാതയ്ക്കും ബദലായി തന്നെ മിഡിൽ കോറിഡോർ സജീവമാക്കാനാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ഈ പാത ഇറാനും ഒമാനും ചേർന്നുകൊണ്ട് തന്നെ സംയുക്തമായി നിയന്ത്രിക്കണം, അല്ലെങ്കിൽ അത് നിയന്ത്രണ വിധേയമാക്കണം എന്നാണ് ഇറാന്റെ നിർദ്ദേശമായി തന്നെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.